ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. ബോട്ടിൽ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോട്ടിലെടുത്ത് നന്നായിട്ട് കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് അതിൻ്റെ ആ ലേബലെല്ലാം മാറ്റി നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഗൂഗിളിൽ ടൈപ്പ് ചെയ്താൽ മതി 2020 കലണ്ടർന്ന്. അപ്പോൾ നമുക്ക് പല ടൈപ്പ് ഡിസൈൻസിലുള്ള കലണ്ടർ കിട്ടും. അതിൻ്റെ സൈസ് ഒരല്പം വലുതാക്കിയിട്ട് പ്രിൻ്റ് എടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ പ്രിൻ്റ് എടുത്താൽ മതി. നമുക്ക് ഈ ബോട്ടിലൊന്ന് പെയിൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഫാബ്രിക് പെയിൻ്റാണ് യൂസ് ചെയ്യുന്നത്. ഫാബ്രിക് പെയിൻറ്റ് നമുക്കിഷ്ടമുള്ള കളർ യൂസ് ചെയ്യാം. ഞാൻ ബ്ലാക്ക് കളറാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ലൈറ്റ് കളറ് യൂസ് ചെയ്താൽ ഒരു 2-3 പ്രാവശ്യം എങ്കിലും 2-3 കോട്ടെങ്കിലും ചെയ്യേണ്ടി വരും. ബ്ലാക്ക് കളർ ആകുമ്പോഴത്തേക്കും അത് വൺ ഷെയ്ഡ് ചെയ്യുമ്പോൾ തന്നെ അത് നന്നായിട്ട് വരുന്നുണ്ട്. ഞാൻ ബ്ലാക്ക് കളറാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിതൊരു ചെറിയൊരു പാത്രത്തിലോട്ട് മാറ്റാം. നമുക്ക് ആവശ്യമുള്ളത് നമ്മളെപ്പോഴും ഫാബ്രിക് പെയിൻറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആവശ്യമുള്ള ഭാഗം ഒരു ചെറിയൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് പെയിൻറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് ഡ്രൈ ആയിപ്പോവും. നമുക്കൊരു ബ്രഷ് വെച്ച് പെയിൻറ്റ് ചെയ്തെടുക്കാം. ബോട്ടിൽ ഫുള്ള് ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഈ ക്യാപ്പും കൂടെ ഫുള്ള് കവർ ചെയ്തെടുക്കണം. അങ്ങനെ നമ്മുടെ ബോട്ടിൽ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടി. ഇനി നമുക്ക് ഇതിൽ കലണ്ടർ ഒട്ടിച്ചു കൊടുക്കാം. കലണ്ടർ നമ്മൾ ഓരോ മന്തും ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒട്ടിച്ചു കൊടുക്കാം. നമ്മൾ കലണ്ടർ അങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ആ ഒരു ഹെഡിങ് 2020 എന്നുള്ളത് നമുക്കിവിടെ ഒട്ടിച്ചു കൊടുക്കാം. ഇത് ഒരു ചെറിയൊരു ബോ പിടിപ്പിക്കാനാണ്. ഈ ബോ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് രണ്ടായിട്ട് മടക്കുക. രണ്ടായിട്ട് മടക്കി ചെറുതായിട്ട് ചുരുക്കിയെടുത്ത് ഒന്ന് കെട്ടിയിട്ട് കൊടുക്കണം. നടുവിലോട്ടാക്കിയിട്ട് കെട്ടിയിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ താഴോട്ട് നിൽക്കുന്ന ഈ 2 ഭാഗവും നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഉരുക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ നൂല് വലിഞ്ഞു പോകും. നമുക്ക് ഇതും ഇവിടെ ഫിക്സ് ചെയ്യാം. നമുക്ക് ഈ ബോട്ടിലിൻ്റെ ടോപ്പ് സൈഡിലായിട്ട് നമുക്ക് ഈ ലേസ് ഒന്ന് കട്ട് ചെയ്ത് അറ്റാച്ച് ചെയ്ത് വയ്ക്കാം.
അങ്ങനെ നമ്മുടെ കുപ്പി കലണ്ടർ റെഡി ആയിരിക്കുകയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണിത്. ഇഷ്ടമുള്ള കളറ് നമുക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ സാറ്റൻ റിബണ്, ഡെക്കറേഷൻസ് ഒക്കെ നിങ്ങളുടെ ഒരു ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഒരു വേസ്റ്റായിട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റിൽ നിന്ന് ഇത്രയും നന്നായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ടുമ്പോൾ ഓൾ എന്നുള്ള നോട്ടിഫിക്കേഷൻ കൊടുക്കണം. അപ്പോഴേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം കിട്ടത്തുള്ളൂ. താങ്ക് യു സോ മച്ച്.